ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഒരു നെത്തോലി വെച്ചൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയുള്ള ഐറ്റമാണ്. ഇതെല്ലാം തീർച്ചയായും ചെയ്ത് നോക്കണം. പിന്നെ ഇത് ചെറിയ നെത്തോലിയായാലും വലിയ നെത്തോലിയായാലും എല്ലാത്തിനും ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എന്നാൽ വീഡിയോയിൽ പോയാലോ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ വീഡിയോയിൽ പോയാലോ. എന്നാൽ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 കിലോ നെത്തോലി വാങ്ങിച്ചു. കുറച്ചെടുത്ത് പറ്റിക്കാനെടുത്തു. ബാക്കിയുള്ളത് നമുക്കൊരു സ്പെഷ്യൽ രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഈ നെത്തോലി ഫ്രൈ എന്ന് പറയാം, അല്ലെങ്കിൽ നെത്തോലി ബക്കാവട എന്നും പറയാൻ പറ്റും. അപ്പോൾ ആദ്യം നല്ല കഴുകി വൃത്തിയാക്കിയ നെത്തോലി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയും ഉപയോഗിക്കാം, നല്ല രുചിയാണ്. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് നമുക്ക് ഗരം മസാല പൊടി ഉണ്ടല്ലോ, ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി, അതൊരു 1/2 സ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് പുരട്ടി വെക്കണം. പിന്നെ ഉപ്പൂടെ ചേർക്കാൻ മറക്കരുത്. ഇതെല്ലാം പുരട്ടി നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മീനിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൂടെ ചേർക്കുവാണ്. എല്ലാം പിടിപ്പിച്ച ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് എങ്കിലും നമുക്ക് വെക്കണം മാക്സിമം. അപ്പോൾ അങ്ങനെ വെച്ച ശേഷം വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ കുരുമുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടല്ലേ വറക്കത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് വേറെ അടുത്തൊരു കോട്ടിങ് കൂടെ അതിനകത്തുണ്ട്, അത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടല്ലോ, ചോളമാവ്, അത് കുറച്ച് ഒരു 2 സ്പൂൺ ചോളപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടലമാവിൻ്റെ പൊടി, കടലമാവ് ഒരു 1.5 സ്പൂൺ കടലമാവ് വേണമെങ്കിൽ ചേർത്താൽ മതി. കടലമാവ് ചേർത്താലും നല്ല രുചിയായിരിക്കും. കടലമാവ് ഒരു 1.5 സ്പൂൺ കടലമാവ് ചേർക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഞാൻ അവിടെ ചേർക്കും. നല്ല ഇവിടെ തന്നെ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണിത്. അതോടെ ഒരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് അതിനൊരു എരിവ് ഇച്ചിരി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മീനിന് മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കോൺഫ്ലവറും അരിപ്പൊടിയും കടലമാവൊക്കെ ചേർത്തുകൊണ്ട് ശകലം മുളക് പൊടിയും ഇച്ചിരി ഉപ്പും പിന്നെ ഇച്ചിരി ഗരം മസാല പൊടിയോട് ചേർത്ത് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഇപ്പോൾ ആദ്യം ചേർക്കണ്ട. അപ്പോൾ മീൻ തന്നെ ഒരു വെള്ളമയം കാണുമല്ലോ, അതൊന്ന് അബ്സർവ് ആകും ഈ പൊടി ഇടുമ്പം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നോക്കി നമ്മൾ കുറേശ്ശെ ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം. അങ്ങനെ കൊടുത്ത ശേഷം ഇതൊന്ന് ഈ മീനിനകത്ത് ആ പൊടിയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റും, ഒത്തിരി വെള്ളം ഞാൻ അവിടെ ഒഴിക്കുന്നില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. നമ്മുടെ നെത്തോലിക്കകത്ത് എല്ലാ പൊടികളെല്ലാം നല്ലപോലെ പുരണ്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് നമുക്കിനി വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ചീനിച്ചട്ടിയോ പാനോ എന്തെങ്കിലും അടുപ്പിൽ വെച്ച്, വെളിച്ചെണ്ണയാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പം ഈ മീനിൻ്റെ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പം പെതുക്കെ നമുക്കതൊന്ന് ഒത്തിരി തീ വെക്കേണ്ട. ഇട്ട ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് സിമ്മിലാക്കി കൊടുത്ത് നമുക്ക് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല രുചിയാണ് ഈ ഐറ്റം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എന്തായാലും ഇതെല്ലാം ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത്. എപ്പോഴും നമ്മൾ മറ്റേ നെത്തോലി സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്യാതെ ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ നെത്തോലി ഫ്രൈ കണ്ടില്ലയോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പോൾ നെത്തോലിയൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അകത്തെ മുള്ളെല്ലാം നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. അതൊന്നും മുള്ളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ കടിച്ച് പറിച്ച് നമുക്ക് തിന്നാൻ പറ്റും. അങ്ങനെ നല്ല മൊരിഞ്ഞ് ഇതായിട്ടിരിക്കും. നല്ല രുചിയായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി അടുത്തതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നെത്തോലി ഫ്രൈ അല്ലെങ്കിൽ നെത്തോലി ബക്കാവട റെഡി ആയിട്ടുണ്ട്. ഈ വലിയ നെത്തോലിയിലും ചെയ്യാം, ചെറിയ നെത്തോലിയായാലും ചെയ്യാം, ഒരു കുഴപ്പമില്ല.
എല്ലാം നല്ല രുചിയായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. പക്കവട റെഡിയായിട്ടുണ്ട്.